ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാമത്തെ അധ്യായം, അതിൽ 14-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ 12-ഓധ്യായ. മൈത്രേയ ഉവാച. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യവൈശസാദപേതമന്യം ഭഗവാൻ ധനേശ്വര തത്രാഗതശ്ചാരണയക്ഷകിന്നരൈ സംസ്തൂയമാനോഭ്യവദത്കൃതാഞ്ജലിം. ധനദ ഉവാച. ഭോ ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടോസ്മി തേനഘ യസ്ത്വം പിതാമഹാദേശാദ്വൈരം ദുസ്ത്യജമത്യജഃ ന ഭവാനവധീര്യക്ഷാന്നയക്ഷാ ഭ്രാതരം തവ കാലയേവ ഹി ഭൂതാനാം പ്രഭുരപ്യയഭാവയോ. അഹം ത്വമിത്യ പാർത്ഥാധീരജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാഗ്നീവാഭാത്യ തദ്ധ്യാനാദ്യയാ ബന്ധവിപര്യയൗ. തദ്ഗച്ഛദ്ധ്രോ ഭദ്രം തേ ഭഗവന്തമഥോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയാം ക്രിമഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്തിയാ ഗുണമയ്യാത്മമായയാ. വൃണീഹി കാമം നൃപയന്മനോഗതം മത്തസ്ത്വമുത്ഥാനപദേ വിശങ്കിത വരം വരാർഹോऽംബുജനാഭപാദയോരനന്തരം ത്വാം വയമംഗശുശ്രുമാ. മൈത്രേയ ഉവാച. സ രാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരൗ സവവ്രേചലിതാ സ്മൃതിം യയാ തരത്യയത്നേന ദുരത്യയം തമഃ. തസ്യ പ്രീതേന മനസാ താം ദത്വൈഡവിടസ്തതഃ പശ്യതോ അന്തർദധേ സോപി സ്വപുരം പ്രത്യപദ്യതഃ. അഥായ ജതയജ്ഞേശം ക്രതുഭിർഭൂരിദക്ഷിണൈഃ ദ്രവ്യക്രിയാദേവതാനാം കർമ്മഫലപ്രദം. സർവാത്മന്യച്യുതേ സർവേ തീവ്രൗഘാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും. തമേവ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേപിതരം പ്രജാ. ഷട്ത്രിംശദ്വർഷസാഹസ്രം ശശാസ ക്ഷിതിമണ്ഡലം ഭോഗൈഃ പുണ്യക്ഷയം കുർവൻ അഭോഗൈരശുഭക്ഷയം. ഏവം ബഹുസവം കാലം മഹാത്മാ അവിചലേന്ദ്രിയഃ ത്രിവർഗോപൈകം നീത്വാ പുത്രായാത നൃപാസനം. ഇതുവരെ എടുത്തു. ഇനി അടുത്തത് 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. മന്യമാന ഇദം വിശ്വം മായാരചിതമാത്മനി അവിദ്യാരചിതസ്വപ്നഗന്ധർവനഗരോപമം ആത്മസ്ത്യപത്യസുഹൃദോ ബലമൃദ്ധകോശമന്തഃപുരം പരിവിഹാരഭുവശ്ച രമ്യാ ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി പ്രയയൗ വിശാലാം. മന്യമാന ഇദം വിശ്വം മായാരചിതമാത്മനി അവിദ്യാരചിതസ്വപ്നഗന്ധർവ നഗരോപമം ആത്മത്യപത്യ സുഹൃദോ ബലമൃദ്ധകോശ അന്തഃപുരം പരിവിഹാര ഭുവശ്ചരമ്യാ ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി പ്രയയൗ വിശാലാം. ഇപ്പോൾ സഹ ആ ധ്രുവൻ ഈ ലോകത്തെ അവിദ്യാകൽപിതമായിട്ട് അസ്വപ്നത്തിൽ കണ്ട ആ ഗന്ധർവ നഗരം പോലെയുള്ളതും ആത്മാവിൽ ആ മായാകൽപിതവും ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സമുദ്രാതിർത്തിയോട് കൂടിയിട്ടുള്ള ആ സാമ്രാജ്യവും അതുപോലെ ആ ഭൂമണ്ഡലം സാമ്രാജ്യവും അതുപോലെ ശരീരം, ഭാര്യ, പുത്രൻ, സുഹൃത്തുക്കൾ, സൈന്യം, വൃദ്ധകോശം, സമൃദ്ധമായ ഭണ്ഡാരം, അന്തഃപുരം, മനോഹരങ്ങളായിട്ടുള്ള ആ പരിവിഹാരം, ആ ക്രീഡാസങ്കേതങ്ങൾ ഒക്കെ ഇവയൊക്കെ കാലത്തിന് അധീനമാണെന്ന് ആലോചിച്ചുറപ്പിച്ചിട്ട് ബദരിയിലേക്ക് യാത്രയായ ധ്രുവൻ എന്നാണ് പറയുന്നത്. മന്യമാന ഇതം വിശ്വം, ഈ വിശ്വത്തെ ഇങ്ങനെ മാനിച്ചു. മായാരചിതമാത്മനി, ഈ ആത്മാവിൽ മായയായിട്ട് രചിച്ചതാണെന്ന് വിചാരിച്ച്
അവിദ്യാരചിത സ്വപ്നം, അവിദ്യാരചിതമായിരിക്കുന്ന ആ സ്വപ്നത്തിലത്തെ ആ ഗന്ധർവ നഗരത്തിനോട് ഉപമിച്ചു. എന്നിട്ട് ആത്മത്ര്യപത്യ സുഹൃദോ, എല്ലാറ്റിനെയും എന്താണ് ശരീരം, ഭാര്യ, പുത്രൻ, സുഹൃത്തുക്കൾ എന്നൊക്കെ. സ്ത്രീ അപത്യ സുഹൃദോ, ആത്മാ സ്ത്രീ അപത്യ സുഹൃദ, ഇവരൊക്കെ. പിന്നെ ബലമൃദ്ധകോശ, പുത്രൻ, ശരീരം, പുത്രൻ, സുഹൃത്തുക്കൾ, സൈന്യം. വൃദ്ധകോശ സൈന്യം, സമൃദ്ധമായിരിക്കുന്ന ഭണ്ഡാരം. പിന്നെ അന്തഃപുരം, ആ അന്തഃപുരം. പിന്നെ രമ്യാഹ, രമ്യങ്ങൾ, മനോഹരങ്ങളായിട്ടുള്ള ആ ക്രീഡാസങ്കേതങ്ങൾ. ഇവയൊക്കെ കാലോപസൃഷ്ടം. ഇതൊക്കെ കാലത്തിന് അധീനമാണ്. ഒരു കാലത്തെ ഉണ്ടാവുള്ളൂ, പിന്നെ അതുണ്ടാവില്ലെന്ന് ആകലീയ, ആലോചിച്ചുറപ്പിച്ചിട്ട് ആ വിശാല, ആ ബദരിയിലേക്ക് പ്രയയും. വിശാലാം, അത് ബദരി, വിശാല എന്നുള്ളതാണ് ബദരിയുടെ പേര്. ബദരിയിലേക്ക് അദ്ദേഹം യാത്രയായി നടത്തും. പൈത്ത പദങ്ങൾ നോക്കാം. സഹ, അദ്ദേഹം, ഇതം വിശ്വം, ഈ ലോകത്തെ, അവിദ്യാരചിത സ്വപ്നഗന്ധർവ നഗര ഉപമം, അവിദ്യാകൽപിതമായിട്ടുള്ള സ്വപ്നത്തിൽ കണ്ട ആ ഗന്ധർവ നഗരം പോലെയുള്ളതും, ആത്മനി, ആത്മാവിൽ, മായാരചിതം, മായാകൽപിതവുമാണെന്ന് മന്യമാനഹ, മനസ്സിലാക്കിക്കൊണ്ട്, ജലധിമേഖലം, ആ സമുദ്രാതിർത്തിയോട് കൂടിയിട്ടുള്ള ഭൂമണ്ഡലം, ആ സാമ്രാജ്യവും, ആത്മ സ്ത്രീ അപത്യ സുഹൃദ, ശരീരം, ഭാര്യ, പുത്രൻ, സുഹൃത്തുക്കൾ, ബലം, സൈന്യം, വൃദ്ധകോശം, സമൃദ്ധമായിരിക്കുന്ന ഭണ്ഡാരം, അന്തഃപുരം, രമ്യാഹ, മനോഹരങ്ങളായിട്ടുള്ള പരിവിഹാരഭുവച്ച ക്രീഡാസങ്കേതങ്ങൾ, ഇവയും കാലോപസൃഷ്ടം ഇതി, കാലത്തിന് അധീനമാണെന്ന് ആകലയ്യ, ആലോചിച്ചുറപ്പിച്ചിട്ട്, വിശാലാം, ആ ബദരിയിലേക്ക് പ്രയയൗ, യാത്രയായി. ഒന്നുകൂടി പറയാം. സഹ, അദ്ദേഹം, ഇതം വിശ്വം, ഈ ലോകത്തെ, അവിദ്യാരചിത സ്വപ്ന ഗന്ധർവ നഗര ഉപമം, അവിദ്യാകൽപിതമായിട്ടുള്ള ആ സ്വപ്നത്തിൽ കണ്ട ഗന്ധർവ നഗരം പോലെയുള്ളതും, ആത്മനി, ആത്മാവിൽ, മായാരചിതം, മായാകൽപിതവും ആണെന്ന് മന്യമാന, മനസ്സിലാക്കിക്കൊണ്ട്, ജലധിമേഖലം, ആ സമുദ്രാതിർത്തിയോടും കൂടിയ ഭൂമണ്ഡലം, ആ സാമ്രാജ്യവും, ആത്മസ്ത്രീ അപത്യ സുഹൃദ, ശരീരം, ഭാര്യ, പുത്രൻ, സുഹൃത്തുക്കൾ, പിന്നെ ബലം, സൈന്യം, വൃദ്ധകോശം, സമൃദ്ധമായിരിക്കുന്ന ഭണ്ഡാരം, അന്തഃപുരം, രമ്യാഹ, മനോഹരങ്ങളായിരിക്കുന്ന പരിവിഹാരഭുവച്ച ക്രീഡാസങ്കേതങ്ങൾ, ഇവയും കാലോപസൃഷ്ടം ഇതി, കാലത്തിന് അധീനമാണെന്ന് ആകലയ്യ, ആലോചിച്ചുറപ്പിച്ചിട്ട്, വിശാലാം, ബദരിയിലേക്ക് പ്രയയൗ, യാത്രയായി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട്, സഹ, ഇതം വിശ്വം, അവിദ്യാരചിത സ്വപ്ന ഗന്ധർവ നഗര ഉപമം, ആത്മനി മായാരചിതം മന്യമാനഃ, ജലധിമേഖലം, ഭൂമണ്ഡലം, ആത്മസ്ത്രീ അപത്യ സുഹൃദ, ബലം, വൃദ്ധകോശം, അന്തഃപുരം, രമ്യാഹ, പരിവിഹാരഭുവച്ച കാലോപസൃഷ്ടം ഇതി ആകലയ്യ, വിശാലാം പ്രയയൗ. ഒന്നും കൂടി പറയാം. സഹ, ഇതം വിശ്വം, അവിദ്യാരചിതം സ്വപ്നഗന്ധർവനഗരം ഉപമം, ആത്മനി മായാരചിതം, ജലധിമേഖലം, ഭൂമണ്ഡലം, ആത്മസ്ത്രീ അപത്യ സുഹൃദ, ബലം, വൃദ്ധകോശം, അന്തഃപുരം, രമ്യാ, പരിവിഹാരഭുവ ച കാലോപസൃഷ്ടം ഇതി ആകലയ്യ, വിശാലാം പ്രയയൗ. അദ്ദേഹം ഈ ലോകത്തെ സ്വപ്നത്തിൽ കണ്ട ആ ഗന്ധർവ നഗരം പോലെയുള്ളതും ആത്മാവിൽ ആ മായാകൽപിതവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമുദ്രാതിർത്തിയോടും കൂടിയ ആ സാമ്രാജ്യവും, അതുപോലെ ആ ശരീരം, ഭാര്യ, പുത്രൻ, സുഹൃത്തുക്കൾ, സൈന്യം, സമൃദ്ധമായ ഭണ്ഡാരം, അന്തഃപുരം, മനോഹരങ്ങളായിരിക്കുന്ന ക്രീഡാസങ്കേതങ്ങൾ, ഇവയും കാലത്തിന് അധീനമാണെന്ന് ആലോചിച്ചുറപ്പിച്ചിട്ട് ആ ബദരിയിലേക്ക് യാത്രയായി. ആത്മാവിൽ മായയാൽ ഉണ്ടാക്കപ്പെട്ട ഈ പ്രപഞ്ചം, സ്വപ്നത്തിൽ കാണുന്ന
ഗന്ധർവനഗരം പോലെ അവിദ്യാരഹിതമാണെന്ന് ധ്രുവൻ നന്നായിട്ട് ഉറപ്പിച്ചു. ഗന്ധർവനഗരത്തെ പറ്റി മുമ്പ് പറഞ്ഞുവല്ലോ, അയക്ഷന്മാരുടെ നഗരത്തെപ്പറ്റി. അപ്പോൾ അത് മനസ്സിലുറപ്പിച്ചു. ശരീരം, പത്നിമാർ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സൈന്യം, വർദ്ധിച്ച ധനസമ്പത്ത്, അന്തഃപുരം, മനോഹരങ്ങളായിരിക്കുന്ന ഉദ്യാനങ്ങൾ, സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യം മുതലായവ കാലത്തിന് അധീനമാണെന്നറിഞ്ഞ ധ്രുവൻ വൈരാഗ്യം വന്നവനായി വിരക്തനായിട്ട് അവയെ എല്ലാം ഉപേക്ഷിച്ച് ബദര്യാശ്രമത്തിലേക്ക് യാത്രയായി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവൻ അജ്ഞാനകൽപ്പിതമായ സ്വപ്നം പോലെയും ഗന്ധർവനഗരം പോലെയും ആത്മാവിൽ യോഗമായാൽ വെറും കൽപ്പിതം തന്നെയെന്ന് കരുതുന്നവനായ ആ ധ്രുവൻ സ്ത്രീ, ശരീരം, പുത്രന്മാർ, സുഹൃത്തുക്കൾ, സൈന്യം, വർദ്ധിച്ച ഭണ്ഡാരം, അന്തഃപുരം, മനോഹരങ്ങളായിരിക്കുന്ന ക്രീഡാസ്ഥാനങ്ങൾ, സമുദ്രമണ്ഡലങ്ങളായിരിക്കുന്ന ആ ഭൂമി എന്നുവേണ്ട സർവഭോഗങ്ങളും നശ്വരം എന്ന് കരുതി അല്പവും ശക്തിയില്ലാതെ ബദര്യാശ്രമത്തിലേക്ക് യാത്രയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്നിട്ട് 16-ാമത്തെ ശ്ലോകം. ഇപ്പോൾ ഈശ്വരമായയാൽ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇക്കാണപ്പെടുന്ന സർവവും അജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ട സ്വപ്നനഗരം എന്ന പോലെ മിഥ്യാവിലാസം തന്നെ എന്നുള്ള ഉറപ്പുണ്ടായിരുന്നതിനാൽ രാജ്യത്തിൽ നിന്നും വിരക്തനായിട്ട് അത് പുത്രന് നൽകി. അതുപോലെ ആ രാജ്യാധികാരം പുത്രങ്ങൾ സമർപ്പിച്ച ശേഷം വിരക്തിയോടുകൂടെ ആ രാജ്യത്തിൽ തന്നെ വസിക്കുന്ന പക്ഷം പിന്നെയും അതിൽ ആസക്തി വന്നുകൂടുന്നില്ല. അതിനാൽ ഇവിടെ തന്നെ ഇരിക്കുന്നത് അനർത്ഥം ആണെന്ന് കരുതിയിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയത് കാണിക്കുന്നു. സ്വശരീരം, ഭാര്യ, സ്വന്തം ഭാര്യ, സ്വസന്താനം, സുഹൃജ്ജനം, സൈന്യം, അമിതമായ ഭണ്ഡാരം, അന്തഃപുരം, വിനോദസ്ഥാനങ്ങളായിരിക്കുന്ന ഉദ്യാനങ്ങൾ, സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമണ്ഡലം ഇവയെല്ലാം കാലത്താൽ സ്പർശിക്കപ്പെട്ടവയാകയാൽ നശിക്കുന്നവ തന്നെ എന്നുള്ള ആ ബോധത്തിൽ അദ്ദേഹം അവയിൽ അഹന്താമമതാരൂപമായിരിക്കുന്ന ബന്ധത്തെയൊക്കെ വെടിഞ്ഞിട്ട് ആ പ്രാരബ്ധ ശേഷത്തെ കഴിച്ചു കൂട്ടുവാനായിട്ട് ബദരികാശ്രമത്തിലേക്ക് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറയണമെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏവം ബഹുകാലം ത്രിവർഗസാധകം നീത്വേദേ വിശ്വമാത്മനി മായാരചിതം മന്യമാനഃ. അപ്പോൾ ഇങ്ങനെ വളരെ കാലം ആ ധർമാർത്ഥ കാമങ്ങൾക്കായിട്ട് ആ വിശ്വത്തിൽ ഭോഗങ്ങളെ അനുഭവിച്ചു. അങ്ങനെ ആ ആത്മാവിൽ ഇത് മായാരചിതം മന്യമാനഃ, ഇതൊക്കെ ഈ ഭോഗങ്ങളും ഐശ്വര്യങ്ങളും ഇതൊക്കെ മായാരചിതം ആണെന്ന് മനസ്സിലാക്കിയിട്ട് പുത്രായ രാജ്യം ദത്വ, പുത്രന് രാജ്യം കൊടുത്തു. അങ്ങനെ സ്വയം ദേഹപുത്ര കളത്ര സുഹൃദാദീൻ, സ്വയമായിട്ട് ദേഹത്തെയും പുത്രനെയും കളത്രത്തെയും സുഹൃദത്തിനെയും ഒക്കെ കോശരാജ്യാദീൻ, രാജ്യം ഇതിനെയൊക്കെ സർവാൻ എല്ലാം നാശവന്തോ വിചിന്യ, എല്ലാം നശിച്ചു പോകുന്നതാണ് എന്ന് ചിന്തിച്ചിട്ട് ബദരികാശ്രമം യേയൗ, ബദരികാശ്രമത്തിലേക്ക് പോയി. ഇതെല്ലാം നശിച്ചു പോകുന്നതാണെന്ന് വിചാരിച്ചിട്ട് അതിലൊന്നും ആസക്തിയില്ലാത്തവനായിട്ട് അദ്ദേഹം ആ ധ്രുവൻ ബദരികാശ്രമത്തിലേക്ക് ശിഷ്ടകാലം കഴിച്ചു കൂട്ടുവാനായിട്ട് പോയി എന്നാണ് പറയുന്നത്. ഏവം ബഹുകാലം ത്രിവർഗസാധകം നീത്വേദം
നീത്വേദേ വിശ്വമാത്മനി മായാരചിതം മന്യമാനഃ പുത്രായ രാജ്യം ദത്വാ സ്വയം ദേഹപുത്രകളത്ര സുഹൃദാദീൻ കോശരാജ്യാദീൻ സർവാൻ നാശവന്തോ വിചിന്യ ബദരികാശ്രമം യയൗ. ഇവിടെ പറയാം, സ്വയം ദേഹപുത്രകളത്ര സുഹൃദാദീൻ, സ്വന്തം ആ ദേഹത്തെയും പുത്രനെയും കളത്രത്തെയും സുഹൃത്തുക്കളെയുമൊക്കെ അതുപോലെ കോശം, ആ ഭൂമണ്ഡലത്തെയും രാജ്യം, ഇതിനെയൊക്കെ സർവാൻ എല്ലാം നശിച്ചു പോകുന്നതാണെന്ന് അദ്ദേഹം വിചിന്യ. കോശരാജ്യാദീൻ സർവാൻ നാശവന്തോ വിചിന്യ ബദരികാശ്രമം. അപ്പോൾ അതിലൊക്കെ ആസക്തി ഇല്ലാതെയായിട്ട് ബദരികാശ്രമത്തിലേക്ക് പോയി. സ്വയം ദേഹപുത്ര കളത്ര സുഹൃദാദീൻ കോശരാജ്യാദീൻ സർവാൻ നാശവന്തോ വിചിന്യ ബദരികാശ്രമം യയൗ. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇവിടെ ആ വിശാല എന്ന ബദരി ആണ് സാമാന്യമായിട്ട് പറയണത്. വിശാല എന്നുള്ള പദം കൊണ്ട്, വിശാല എന്നാണ് ആ സ്ഥലത്തിന് പറയുക. ബദരിയിൽ നരനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ പ്രത്യേക സ്ഥാനമാണ് വിശാല എന്ന് അറിയപ്പെടുന്ന സ്കാന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. വിശാലാ സദൃശം ക്ഷേത്രം ന ഭൂതം ന ഭവിഷ്യതി സംഗമാത് ദക്ഷിണേ ഭാഗേ ധർമ്മക്ഷേത്രം പ്രകീർത്തിതം യത്ര സ്മൃത്യാം യത്ര സൂത്യാം ശ്രുതൗ ജാതൗ നരനാരായണ ഋഷി. സ്കാന്ദപുരാണത്തിൽ പറയുന്ന ശ്ലോകമാണത്. ഇതിൽ ആ വിശാല ബദ്രികാശ്രമത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. വിശാലാ സദൃശം ക്ഷേത്രം, അപ്രകാരം അത് ആയിട്ടുള്ള ആ ക്ഷേത്രം ന ഭൂതം ന ഭവിഷ്യതി, വേറെ എവിടെയും കാണില്ല, ഒരു കാലത്തും കാണപ്പെടില്ല. സംഗമാ ദക്ഷിണേ ഭാഗേ, അതിൻ്റെ ദക്ഷിണഭാഗത്ത് ധർമ്മക്ഷേത്രം എന്ന് പ്രകീർത്തിക്കുന്നു ആയിട്ടുള്ള ഭാരതം. എത്ര സൂത്യാം ശ്രുതൈ ജാതൗ, അവിടെ ശ്രുതികളും ഇതൊക്കെ ഉണ്ടായി. നരനാരായണ ഋഷി, നരനാരായണൻ തുടങ്ങിയിട്ടുള്ള ആ മഹർഷിമാരൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. വിശാലാ സദൃശം ക്ഷേത്രം ന ഭൂതം ന ഭവിഷ്യതി സംഗമാ ദക്ഷിണേ ഭാഗേ ധർമ്മക്ഷേത്രം പ്രകീർത്തിതം എത്ര സൂത്യാം ശ്രുതൗ ജാതൗ നരനാരായണ ഋഷി. സ്കാന്ദപുരാണത്തെ പറയണം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 17-ാമത്തെ. തസ്യാം വിശുദ്ധകരണ ശിവവാർവിഗാഹ്യ തസ്യാം വിശുദ്ധകരണ ശിവവാർവിഗാഹ്യ ബദ്ധ്വാസനം ജിതമരുന്മനസാ ഹൃതാക്ഷ സ്ഥൂലേ ദധാര ഭഗവത് പ്രതിരൂപ ഏതധ്യായംസ്തദ്വ്യവഹിതോ വ്യസൃജൽ സമാധൗ. എന്നുകൂടി ചൊല്ലാം. തസ്യാം വിശുദ്ധകരണ ശിവവാർവിഗാഹ്യ ബദ്ധ്വാസനം ജിതമരുന്മനസാ ഹൃതാക്ഷ സ്ഥൂലേ ദധാര ഭഗവത് പ്രതിരൂപ ഏതധ്യായംസ്തദ്വ്യവഹിതോ വ്യസൃജത് സമാധൗ. അവിടെ ശിവാവാഹ ശുദ്ധ ജലത്തിൽ മുങ്ങിക്കുളിച്ചിട്ട്, അപ്പോൾ ബദരികാശ്രമത്തിൽ പോയിട്ട് അവിടെ ശുദ്ധജലത്തിൽ മുങ്ങിക്കുളിച്ച് മനഃശുദ്ധിയോടുകൂടിയിട്ട് ആസനത്തിൽ ഇരുന്ന് പ്രാണായാമം ചെയ്തിട്ട് മനസ്സുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രത്യാഹരിച്ച് നിയന്ത്രിച്ചിട്ട് അതിനെ ആ ഭഗവാന്റെ പ്രതിരൂപമായിരിക്കുന്ന ആ സ്ഥൂലരൂപത്തിൽ ധാരണ ചെയ്തു. ധ്യാനിച്ചിട്ട് അനന്തരം ധ്യാനം ചെയ്ത് താനും ഈശ്വരനും തമ്മിലുള്ള ഭേദഭാവം വെടിഞ്ഞ് ഒന്നാണെന്നുള്ള സമാധിയിൽ ഉറച്ചിട്ട് ആ ധ്യേയ വസ്തുവേയും പരിത്യജിച്ചു. ഒന്നാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നതോടുകൂടി ആ ധ്യേയ വസ്തു അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ തസ്യാം വിശുദ്ധകരണ, അവിടെ ആ മനഃശുദ്ധിയോട് കൂടിയിട്ട് ശിവവാർവിഗാഹ്യ ആ ശുദ്ധജലത്തിലേക്ക് മുങ്ങിക്കുളിച്ച് ബദ്ധ്വാസനം ആ ആസനബദ്ധനായിരുന്ന് ജിതമരുന്മനസ പ്രാണായാമം ജിതമരുത് പ്രാണായാമം ചെയ്തിട്ട് മനസ്സുകൊണ്ട് ഹൃതാക്ഷ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രത്യാഹരിച്ച് നിയന്ത്രിച്ചിട്ട് സ്ഥൂലേ ദധാര സ്ഥൂലമായിരിക്കുന്ന ആ ശരീരത്തിൽ ധാരണം ചെയ്തിട്ട്
ഭഗവത് പ്രതിരൂപ ഏത. ആ ഭഗവാന്റെ പ്രതിരൂപം ആയിരിക്കുന്ന ആ സ്ഥൂല രൂപത്തിലാണ് ധാരണ ചെയ്ത്. ഭഗവാന്റെ പ്രതിരൂപമാണ് നമ്മളുടെയൊക്കെ ശരീരം, അതിൽ അത് ഭഗവാൻ ഇരിക്കുന്നു എന്ന് അങ്ങനെ ധ്യാനിച്ച് ഉറപ്പിച്ചിട്ട് താനും ഈശ്വരനും തമ്മിലുള്ള ഭേദഭാവം ധ്യായംസ്തത് അവ്യവഹിതോ, രണ്ടും ഭേദഭാവമൊക്കെ വെടിഞ്ഞിട്ട് വ്യസൃജത്, അതിനെയൊക്കെ ആ രൂപത്തെ തന്നെ വെടിഞ്ഞു, തമ്മിലുള്ള സ്വഭാവം വെടിഞ്ഞ് ആ സമാധിയിൽ ഉറച്ചിട്ട് ആ ധ്യേയവസ്തുവിനെ ധ്യേയം സ്തദവ്യവഹിതോ, ആ ധ്യേയവസ്തുവിനെയും അവിടെ പരിത്യജിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം. തസ്യാം അവിടെ, ശിവാവാഹ ശുദ്ധജലത്തിൽ വിഗാഹ്യ മുങ്ങിക്കുളിച്ച്, വിശുദ്ധകരണ മനഃശുദ്ധിയോടുകൂടി, ആസനം ബദ്ധ്വ ആസനത്തിൽ ബന്ധിച്ച്, ജിത്തമരുത് പ്രാണായാമം ചെയ്ത്, മനസ്സുകൊണ്ട്, ഹൃതാക്ഷ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ച്, ഏതത് ഇതിനെ ഭഗവത് പ്രതിരൂപേ ഭഗവാന്റെ പ്രതിരൂപമായിരിക്കുന്ന സ്ഥൂലരൂപത്തിൽ ധാരണ ചെയ്ത്, ധ്യായൻ അനന്തരം ധ്യാനം ചെയ്ത്, അവ്യവഹിതം താനും ഈശ്വരനും തമ്മിലുള്ള ഭേദഭാവം വെടിഞ്ഞ്, സമാധിയിൽ ഉറച്ച്, തത് ആ ധ്യേയവസ്തുവേയും വ്യസൃജത് പരിത്യജിച്ചു. തസ്യാം അവിടെ, ശിവാവാഹ ശുദ്ധജലത്തിലേക്ക്, വിഗാഹ്യ മുങ്ങിക്കുളിച്ച്, വിശുദ്ധകരണ മനഃശുദ്ധിയോടുകൂടി, ആസനം ബദ്ധ്വ ആസനത്തിൽ ബന്ധിച്ച്, ജിതമരുത് പ്രാണായാമം ചെയ്ത്, മനസ്സുകൊണ്ട്, ഹൃദാക്ഷ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ച്, ഏതത് ഇതിനെ ഭഗവത് പ്രതിരൂപേ ഭഗവാന്റെ പ്രതിരൂപമായിരിക്കുന്ന ആ സ്ഥൂലരൂപത്തിൽ ധാരണം ചെയ്ത്, ധ്യായൻ അനന്തരം ആ ധ്യാനം ചെയ്ത, അവ്യവഹിത താനും ഈശ്വരനും തമ്മിലുള്ള ഭേദഭാവം വെടിഞ്ഞ്, ആ സമാധിയിൽ ഉറച്ച്, തത് ആ ധ്യേയവസ്തുവേയും വ്യസൃജൽ പരിത്യജിച്ചു. അപ്പോൾ അവിടെ ആ ശുദ്ധജലത്തിലേക്ക് മുങ്ങിക്കുളിച്ച് ആ മനഃശുദ്ധിയോടെ ആസനത്തിൽ ബന്ധനായിട്ട് പ്രാണായാമം ചെയ്ത്, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ചിട്ട്, ഭഗവാന്റെ പ്രതിരൂപമായിരിക്കുന്ന ഈ സ്ഥൂലരൂപത്തിൽ ധാരണ ചെയ്തു. അനന്തരം ആ ധ്യാനം ചെയ്ത് താനും ഈശ്വരനും തമ്മിലുള്ള ഭേദഭാവം വെടിഞ്ഞ് ആ സമാധിയിൽ ആ ധ്യേയവസ്തുവേയും പരിത്യജിച്ചു. ആ ബദരിയിലൂടെ പ്രവഹിക്കുന്ന അളകനന്ദയിലെ ആ പുണ്യജലത്തിൽ സ്നാനാദികൾ ചെയ്ത് അന്ധക്കരണ ശുദ്ധി വരുത്തി, യമനിയമങ്ങൾ ആസനജയം ഒക്കെ കൈവരിച്ച്, പ്രാണായാമം ശീലിച്ച് അന്തർമുഖങ്ങളാക്കി തീർത്ത നേത്രാദി ഇന്ദ്രിയങ്ങളോടുകൂടിയവനും, ഭഗവാന്റെ സ്ഥൂല ശരീരത്തിൽ ധാരണാധ്യാനം എന്നിവയും ചെയ്തവനായും, ഒടുവിൽ ആ സമാധി എന്ന അവസ്ഥയെ പ്രാപിച്ചവനായും ഭവിച്ച് ആ സ്ഥൂല ശരീരത്തിലുള്ള ധ്യാനത്തെ ഉപേക്ഷിച്ചു. ഭഗവാന്റെ സ്ഥൂലരൂപം ഈ ബ്രഹ്മാണ്ടം തന്നെയാണെന്ന് ദ്വിതീയ സ്കന്ധത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ധ്യായൻ അവ്യവഹിത എന്നതിന് ധ്യാതൃധ്യേയഭേദ ശൂന്യ എന്നാണ് ശ്രീധരാചാര്യർ അർത്ഥം പറയുന്നത്. ധ്യാനിക്കുന്ന ആളെ ധ്യേയ വസ്തു എന്നുള്ള വ്യത്യാസം ഇല്ല, രണ്ടിലും വ്യത്യാസമില്ല എന്നുള്ളത്. അവ്യവഹിത തത് എന്നത് ആ സ്ഥൂലദേഹത്തിലുള്ള ധ്യാനം. ഭഗവാന്റെ സ്ഥൂല ശരീരവും തൻ്റെ സ്ഥൂല ശരീരവും തമ്മിൽ അഭേദ്യമായ അവസ്ഥ കൈവന്നു എന്നർത്ഥം. അതാണ് സമാധി. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ അവിടെ അളകനന്ദയിൽ സ്നാനാദികളൊക്കെ ചെയ്ത് യമനിയമാദികളാൽ പരിശുദ്ധാന്തകരനായിട്ട് ആസനം കൽപ്പിച്ച് അതിലിരുന്ന് ആ പ്രാണായാമത്താൽ പ്രാണനെ ജയിച്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സി വ്യാവർത്തിപ്പിച്ച് മനസ്സിനെ ധാരണം ചെയ്തു. ഇങ്ങനെയുള്ള ധാരണയാൽ ധ്യാനമഗ്നായിട്ട് അധ്യാതാവ് ധ്യാനം, ധ്യേയം എന്നീ അവസ്ഥകൾ വിട്ടിട്ട് ആ സമാധിയിൽ ആ രൂപത്തെയും വിട്ടു. അപ്പം എല്ലാം വിട്ടു എന്നർത്ഥം. സമാധി അവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സകല കാര്യങ്ങളെയും അവിടെ വിടുന്നു, ഭഗവാൻ മാത്രമായിട്ട് ചേരുന്നു എന്നർത്ഥം. അപ്പോൾ ബദരിയാശ്രമത്തിൽ അഷ്ടാംഗയോഗം ശീലിച്ച് കാലം നയിച്ചു വന്നു എന്ന് കാണിക്കുന്നു. അവിടെയുള്ള അളകനന്ദ എന്ന നദിയിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്ത് ഇന്ദ്രിയങ്ങളെയും അന്ധക്കരണത്തെയും വിശുദ്ധങ്ങളാക്കി വെച്ച്
ശമദമാദിയുക്തനായിട്ട് ആസനബന്ധം ചെയ്ത് പ്രാണവായുവിനെ ജയിച്ചതുകൊണ്ട് തദ്വാര മനസ്സിനെയും സ്വാധീനമാക്കിയിട്ട് ശ്രോത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ശബ്ദാദി വിഷയങ്ങളിൽ പ്രവേശിക്കാതെ നിരോധിച്ചു. അങ്ങനെ ലോകാകാരമായിരിക്കുന്ന ഭഗവാന്റെ സ്ഥൂല രൂപത്തിൽ വിരാട് രൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു. അങ്ങനെ അഭ്യാസബലത്താൽ ത്രിപുടിയുടെ നാശം സംഭവിച്ചതിനാൽ ആ സ്ഥൂലധ്യാനത്തെ വെടിഞ്ഞു. അങ്ങനെ സമാധിസ്ഥനായിട്ട് ധ്യാതൃധ്യാനധ്യേയ പ്രതീതിയില്ലാതെ ആ സ്വാത്മമാത്രനായിട്ട് ഇരുന്നു. സ്വന്തം ആത്മാവിൻ്റെ അവസ്ഥയിൽ അവിടെ ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. തത്ര സ്നാത്വാസനം സ്നാത്വാ ആസനം ബദ്ധ്വാ, അവിടെ ആ ബദരികാശ്രമത്തിലെ അളകാനന്ദ നദിയിൽ മുങ്ങിക്കുളിച്ച് ആസനം ബദ്ധ്വാ ആസനം ഉറപ്പിച്ച് ജിത്തമനാഹ മനസ്സിനെ ജയിച്ച് സ്ഥൂലേ വിരാട് രൂപേ സ്ഥൂലമായിരിക്കുന്ന വിരാട് രൂപത്തിൽ മനസ്സിനെ ദധാര രൂപത്തെ മനസ്സിൽ ദധാര മനസ്സിൽ സ്ഥൂലമായിരിക്കുന്ന ഈ വിശ്വത്തെ മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണെന്ന ആ ഭാവത്തിൽ ധരിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൽ തത്ര സ്നാത്വാസനം ബദ്ധ്വാ ജിത്തമനാ സൻ സ്ഥൂലേ വിരാട് രൂപേ മനോദധാര. തത്ര അവിടെ ആ ബദരികാശ്രമത്തിലെ അർത്ഥം സ്നാത്വാ മുങ്ങിക്കുളിച്ചിട്ട് ആസനം ബദ്ധ്വാ ആസനബദ്ധനായിട്ട് ഇരുന്ന ജിത്തമനാഹ മനസ്സിനെ ജയിച്ചുകൊണ്ട് പരിശുദ്ധ മനസ്സിനായിട്ട് എന്നർത്ഥം. സൻ സ്ഥൂലേ ആ സ്ഥൂലമായിരിക്കുന്ന വിരാട് രൂപത്തെ ആ ഭഗവാന്റെ വിരാട് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണെന്ന് ധരിച്ചിട്ടുള്ള ഭേദഭാവമില്ലാത്ത താനും ഈ പ്രപഞ്ചവും ഒന്നാണെന്ന ഭാവത്തിൽ ആ വിരാട് രൂപത്തെ മനസ്സിൽ ധരിച്ച് അദ്ദേഹം സമാധിസ്ഥനായിട്ട് ഇരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിലത്തെ അങ്ങനെ ഇരുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. എന്നിട്ട് എന്താ ചെയ്തതെന്നുള്ളത്. ഭക്തിം ഹരൗ ഭഗവതി അജസ്രമാനന്ദബാഷ്പകലയാ അപ്പോൾ ഇതിലത്തെ ആ അന്വയം വന്നിട്ട് തസ്യാം ശിവാവാ ഈ കഴിഞ്ഞ ശ്ലോകത്തിലത്തെ 17ാമത്തെ തസ്യാം ശിവാവാഹ വിഗാഹ്യ വിശുദ്ധകരണ ആസനം ബദ്ധ്വാ ജിതമരുത് മനസാ ഹൃതാക്ഷഃ ഏതത് ഭഗവത് പ്രതിരൂപേ സ്ഥൂലേ ദധാര ധ്യായൻ അവ്യവഹിതഃ സമാധൗ തത് വ്യസൃജത് എന്നുള്ളതാണ് അന്വയത്തിൽ വരിക. ഒന്നുകൂടി പറയാം. തസ്യാം ശിവാവാഹ വിഗാഹ്യ വിശുദ്ധകരണ ആസനം ബദ്ധ്വാ ജിതമരുത് മനസാ ഹൃതാക്ഷഃ ഏതത് ഭഗവത് പ്രതിരൂപേ സ്ഥൂലേ ദധാര ധ്യായൻ അവ്യവഹിതോ സമാധൗ തത് വ്യസൃജത്. അതായത് അവിടെ ആ ശുദ്ധജലത്തിൽ മുങ്ങിക്കുളിച്ച് ആ മനഃശുദ്ധിയോടെ ആ ആസനബദ്ധനായിട്ട് ആ പ്രാണായാമം ചെയ്ത് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ചിട്ട് ഭഗവത് പ്രതിരൂപം ആയിരിക്കുന്ന ആ സ്ഥൂല രൂപത്തിൽ ധാരണ ചെയ്തിട്ട് അനന്തരം ആ ധ്യാനം ചെയ്ത് താനും ഈശ്വരനും തമ്മിലുള്ള ഭേദഭാവം വെടിഞ്ഞ് ആ സമാധിയിൽ ആ ധ്യേയവസ്തുവേയും പരിത്യജിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്. ഭക്തിം ഹരൗ ഭഗവതി പ്രവഹന്നജസ്രമാനന്ദബാഷ്പകലയാ മുഹുരർദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാജിതാംഗോ നാത്മാനമസ്മരദസാവിതി മുക്തലിംഗഃ. ഭക്തിം ഹരൗ ഭഗവതി
പ്രവഹൻ അജസ്രമാനന്ദബാഷ്പകലയാ മുഹുരർദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളകാജിതാംഗോ നാത്മാനമസ്മരത് അസാവിതി മുക്തലിംഗ നാത്മാനമസ്മരദസാവിതി മുക്തലിംഗ. എപ്പോഴും ആ ഭഗവാനായിരിക്കുന്ന ശ്രീഹരിയിൽ അജസ്രം ആ ഭക്തിയെ പ്രവഹിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ ആനന്ദബാഷ്പധാരയാൽ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ രോമാഞ്ചകഞ്ചുകിതനായിട്ട് ആ ഉപേക്ഷിക്കപ്പെട്ട ശരീരാഭിമാനത്തോടും ആ അലിവാർന്ന മനസ്സോടുമൊക്കെ കൂടിയവനായിട്ട് തന്നെക്കുറിച്ച് ആ ഇവനെന്ന ഭാവത്തെ സ്മരിച്ചില്ല, വിസ്മരിച്ചു. താൻ ഇന്ന ആളാണെന്നുള്ളത് അതിനെ പറ്റിയിട്ട് സ്മരിച്ചില്ല എന്നർത്ഥം. ഭക്തിം ഹരൗ ഭഗവതി, ആ ഭക്തി ഹരിയുടെ ഭക്തിയുടെ ഭഗവതി പ്രവഹൻ അജസ്രം, ആ ഭഗവത് ഭക്തി അങ്ങനെ നിരന്തരം പ്രവഹിപ്പിച്ചുകൊണ്ട് ആനന്ദബാഷ്പകലയ ആനന്ദബാഷ്പം ഒഴുക്കി മുഹുരർദ്യമാന വീണ്ടും വീണ്ടും ആ ആനന്ദബാഷ്പമാകുന്ന ആധാരയാൽ പീഡിപ്പിക്കപ്പെട്ട അർദ്യമാന വിക്ലിദ്യമാന ഹൃദയ അലിവാർന്ന മനസ്സോട് കൂടിയിട്ട് വിക്ലിദ്യമാന അരിവാർന്ന മനസ്സോട് കൂടിയിട്ട് ആ പുളകാങ്കിതനായിട്ട് പുളകാജിതാംഗോ നാത്മാനമസ്മരദസാവിതി അലിവാർന്ന മനസ്സോട് കൂടിയിട്ട് തന്നെക്കുറിച്ച് ആത്മാനം അസൗ ഇവൻ ആണെന്ന് ഞാൻ ധ്രുവനാണെന്ന് അദ്ദേഹം സ്മരിക്കാതെ മുക്തലിംഗ അദ്ദേഹം ആ ബോധത്തെ ശരീരാഭിമാനത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇതുപോലെ ഇത്രയും വിരക്തനായിത്തീർന്ന ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് സ്മരിച്ച് ആ ഭഗവാനിൽ അങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. അജസ്രം എപ്പോഴും, ഭഗവതി ഭഗവാനായിരിക്കുന്ന, ഹരൗ ശ്രീഹരിയിൽ, ഭക്തിം ഭക്തിയെ, പ്രവഹിപ്പിച്ചും, മുഹുഹു വീണ്ടും വീണ്ടും, ആനന്ദബാഷ്പകലയ ആനന്ദബാഷ്പധാരയാൽ, അർദ്യമാനഃ പീഡിപ്പിക്കപ്പെട്ടും, പുളകാജിതാംഗ രോമാഞ്ചകഞ്ചുകിതനായും, മുക്തലിംഗ ഉപേക്ഷിക്കപ്പെട്ട ശരീരാഭിമാനത്തോടും, വിക്ലിദ്യമാന ഹൃദയ അലിവാർന്ന മനസ്സോടു കൂടിയവനും ആയിട്ട്, ആത്മാനം തന്നെക്കുറിച്ച്, അസൗ ഇതി ഇവനെന്ന ഭാവത്തെ, ന അസ്മരത് സ്മരിച്ചില്ല. ഒന്നും കൂടി പറയാം. അജസ്രം എപ്പോഴും, ഭഗവതി ഭഗവാനായ, ഹരൗ ശ്രീഹരിയിൽ, ഭക്തിം ഭക്തിയെ, പ്രവഹിപ്പിച്ചും, മുഹുഹു വീണ്ടും വീണ്ടും, ആനന്ദബാഷ്പകലയ ആനന്ദബാഷ്പധാരയാൽ, അർദ്യമാനഃ പീഡിപ്പിക്കപ്പെട്ടും, പുളകാജിതാംഗ രോമാഞ്ചകഞ്ചുകിതനായും, മുക്തലിംഗ ഉപേക്ഷിക്കപ്പെട്ട ശരീരാഭിമാനത്തോടും, വിക്ലിദ്യമാന ഹൃദയ അലിവാർന്ന മനസ്സോടു കൂടിയവനായിട്ട്, ആത്മാനം തന്നെക്കുറിച്ച്, അസൗ ഇതി ഇവനെന്ന ഭാവത്തെ, ന അസ്മരത് സ്മരിച്ചില്ല. അതിൽ തന്നെ വന്നിട്ട് അജസ്രം ഭഗവതി ഹരൗ ഭക്തിം പ്രവഹൻ മുഹുഹു ആനന്ദബാഷ്പകലയാ അർദ്യമാനഃ പുളകാജിതാംഗഃ മുക്തലിംഗഃ വിക്ലിദ്യമാന ഹൃദയഃ ആത്മാനം അസൗ ഇതി ന അസ്മരത് എന്നുള്ളതാണ് അതിലത്തെ അന്വയം. ഇവിടെ പറയാം. അജസ്രം ഭഗവതി ഹരൗ ഭക്തിം പ്രവഹൻ മുഹുഹു ആനന്ദബാഷ്പകലയാ അർദ്യമാനഃ പുളകാജിതാംഗഃ മുക്തലിംഗഃ വിക്ലിദ്യമാന ഹൃദയഃ ആത്മാനം അസൗ ഇതി ന അസ്മരത്. എപ്പോഴും ആ ഭഗവാനായിരിക്കുന്ന ശ്രീഹരിയിൽ ഭക്തിയെ പ്രവഹിപ്പിച്ചും വീണ്ടും വീണ്ടും ആനന്ദ ബാഷ്പധാരയാൽ പീഡിപ്പിക്കപ്പെട്ടും രോമാഞ്ചകഞ്ചുകിതനായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ശരീരാഭിമാനത്തോടും അലിവാർന്ന മനസ്സോടും കൂടിയവനായിട്ട് തന്നെക്കുറിച്ച് ഇവൻ എന്ന ഭാവത്തെ അവിടെ അദ്ദേഹം സ്മരിച്ചില്ല. ഭഗവാനായിരിക്കുന്ന ശ്രീഹരിയിലേക്ക് അനുസ്യൂതമായിരിക്കുന്ന ഭക്തിപ്രവാഹം തന്നെ ഉണ്ടായി. ആനന്ദബാഷ്പം തുടരെ തുടരെ ഒഴുകി അസഹ്യമായിട്ട് ആ ഹൃദയം ദ്രവപ്രായം ആയി. അങ്ങനെ ദേഹം രോമാഞ്ചകഞ്ചുകിതമായി. ആ ആത്മാനന്ദത്തിൽ ലയിച്ച് ആ ലിംഗശരീരവുമായുള്ള ബന്ധം നിലച്ച് താൻ എന്ന ഭാവം തന്നെ
അവിടെ അസ്തമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനായ ഹരിയിൽ എപ്പോഴും ഭക്തി വഹിച്ച് ആനന്ദ ബാഷ്പത്താൽ വീണ്ടും വീണ്ടും അഭിഭൂതനായി ആർദ്രഹൃദയവും രോമാഞ്ചിത ശരീരവും ചേർന്ന് ആ ശരീരാദ്യ അഭിമാനശൂന്യനായി സ്വശരീരത്തെ തന്നെയും അദ്ദേഹം വിസ്മരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്രകാരം ആ സ്ഥൂല ധാരണയുടെ ഫലമായിട്ട് ആ ജീവൻ മുക്തനായിട്ട് വന്നതിനെ വിവരിക്കുന്നു. സംസാര ക്ലേശങ്ങളെ മൂലത്തോടുകൂടി ഹരിക്കുന്ന ആ ഭഗവാനിൽ നിരന്തര ഭക്തിയെ ചിത്തവൃത്തിയെ വഹിച്ചും കൊണ്ടിരുന്നപ്പോൾ ആനന്ദസ്ഫുരണം നിമിത്തം ബാഷ്പധാരയും ഹൃദയത്തിൽ ആർദ്രതയും ശരീരത്തിൽ രോമാഞ്ചവും അടിക്കടി ഉത്ഭവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആ അനുഭവപ്പെട്ട ആത്മാനന്ദത്തിൽ നിമഗ്നനായതിനാൽ ഞാൻ ധ്രുവൻ എന്നുള്ള ആ ശരീര ഭാവനയിൽ നിന്നും മുക്തനായിട്ട് അപരിച്ഛിന്നമായിരിക്കുന്ന ആത്മാനന്ദത്തിൽ പരിച്ഛിന്നമായിരിക്കുന്ന ആ ജീവകല ലയത്തെ പ്രാപിച്ചപ്പോൾ രണ്ടെന്ന ഭാവം നശിച്ച് ആനന്ദമാത്രനായിരുന്നു. ആ നിലയ്ക്ക് ജീവൻ മുക്തൻ എന്ന് പേര്. ആ നിലയ്ക്ക് ജീവൻ മുക്തി എന്നാണ് പേരെന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഏവം ഇപ്രകാരം നിരന്തരം ഹരൗ ഭക്തി നിരന്തരമായിട്ടുള്ള ഹരിയുടെ ഭക്തി ചെയ്തതുകൊണ്ട് കുറുവൻ ആത്മാനം ഭക്തി ചെയ്ത് ആ ആത്മാവിനെ ആത്മാവിനെ അവിടെ സ്മരിച്ചില്ല. ഏവം നിരന്തരം ഹരൗ ഭക്തി കുറുവൻ ആത്മാനം ന സസ്മാര. പ്രകാരം നിരന്തരമായിട്ട് ഹരിയുടെ ഭക്തിയിൽ ഹരിയിൽ ഭക്തി സമർപ്പിച്ചിട്ട് ആ സ്വന്തം ആത്മാവിനെ പോലും സ്മരിച്ചില്ല എന്നർത്ഥം. ഏവം നിരന്തരം ഹരൗ ഭക്തിം കുറുവൻ ആത്മാനം ന സസ്മാര. അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 19ാമത്തെ ശ്ലോകമാണ്. സദദർശ വിമാനാഗ്ര്യം. അവിടെ കണ്ടു എന്ന് വിമാനത്തിൽ മുമ്പിലായിട്ട്. നഭസോ അവതരധ്രുവ. ആകാശത്തിൽ ആ വിമാനം അവതരിച്ചത് കണ്ടു. വിഭ്രാജയത് ദശദിശോ. ആകെ ഒരു വിഭ്രാന്തി ഉണ്ടായി. അങ്ങനെയുള്ള പ്രകാശത്തിൽ നിന്നും രാകാപതി പൂർണ്ണചന്ദ്രനെ പോലെ അതിങ്ങനെ താഴ്ന്നു വരുന്നതായിട്ട് ആ ധ്രുവൻ സദദർശ കണ്ടു എന്നർത്ഥം. സദദർശ വിമാനാഗ്രം നഭസോ അവതര ധ്രുവ വിഭ്രാജയത് ദശദിശോ രാകാപതിമിവോദിതം. എന്നുകൂടി പറയാം. സദദർശ വിമാനാഗ്രം നഭസോ അവതര ധ്രുവ വിഭ്രാജയത് ദശദിശോ രാകാപതിമിവോദിതം. ദശദിശ 10 ദിക്കുകളെയും വിഭ്രാജയത് പ്രകാശിപ്പിക്കുന്നതും ഉദിതം ഉദിച്ചു പൊങ്ങിയ രാകാപതിം ഇവ പൂർണ്ണചന്ദ്രനെ പോലെയും ഉള്ളതായിരിക്കുന്ന വിമാനാഗ്രം ഒരു ഉത്തമ വിമാനം നഭസഹ ആകാശത്തിൽ നിന്നും അവതര താണുവരുന്നതായിട്ട് സഹ ധ്രുവ ആ ധ്രുവൻ ദദർശ കണ്ടു. എന്നുകൂടി പറയാം. ദശദിശ ആ 10 ദിക്കുകളെയും വിഭ്രാജയത് പ്രകാശിപ്പിക്കുന്നതും ഉദിതം ഉദിച്ചു പൊങ്ങിയ രാകാപതിം ഇവ പൂർണ്ണചന്ദ്രനെ പോലെയുള്ളതും ആയിരിക്കുന്ന വിമാനാഗ്രം ഒരു ഉത്തമ വിമാനം നഭസഹ ആകാശത്തിൽ നിന്നും അവതരൽ താണുവരുന്നതായിട്ട് സധ്രുവ ആ ധ്രുവൻ ദദർശ. അതിലത്തെ അന്വയം വന്നിട്ട് ദശദിശ വിഭ്രാജയത് ഉദിതം രാകാപതിം ഇവ വിമാനാഗ്രം നഭസഹ അവതരത് സ ധ്രുവ ദദർശ. ദശദിശ വിഭ്രാജയത് ഉദിതം രാകാപതിം ഇവ വിമാനാഗ്രം നഭസഹ അവതരത് സഹ ധ്രുവ ദദർശ. 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നതും ഉദിച്ചു പൊങ്ങിയ ആ പൂർണ്ണചന്ദ്രനെ പോലെയുള്ളതും ആയിരിക്കുന്ന ഒരു ഉത്തമ വിമാനം ആകാശത്തിൽ നിന്നും താണുവരുന്നതായിട്ട് ആ ധ്രുവൻ കണ്ടു എന്നർത്ഥം. 10 ദിക്കുകളെയും ശോഭിപ്പിക്കുന്നതും ഉദിച്ചു പൊങ്ങിയ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതും ആകാശത്തിൽ നിന്നിറങ്ങി വരുന്നതുമായിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന വിമാനം ധ്രുവൻ കണ്ടു. ചന്ദ്രോദയം മേൽപോട്ടേക്കും
വിമാനത്തിൻ്റെ ഗതി കീഴ്പോട്ടേക്കും. ആകയാൽ ഉദിച്ചു പൊങ്ങിയ പൂർണ്ണചന്ദ്രൻ്റേതുപോലെ പ്രകാശമുള്ള വിമാനം എന്നല്ലാതെ ഉദിച്ചു വരുന്ന ചന്ദ്രനെപ്പോലെ എന്ന് പറഞ്ഞാൽ യുക്തിഭംഗമുണ്ട്. അതുകൊണ്ടാണ് ഉദിതം എന്ന് ഭാഗവതത്തിൽ ഉദിച്ചു പൊങ്ങിയ എന്നർത്ഥത്തിൽ അവിടെ സൂചിപ്പിക്കണമെന്നർത്ഥം. അപ്പോൾ ആ ധ്രുവൻ 10 ദിക്കുകളെയും ശോഭിപ്പിക്കുന്നതും ഉദിച്ച പൂർണ്ണചന്ദ്രനെ പോലെയുള്ളതും ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുന്നതുമായിരിക്കുന്ന ഒരു ദിവ്യ വിമാനത്തെ കണ്ടു. അപ്പോൾ അപ്രകാരം സമാധിസ്ഥനായിരുന്ന ധ്രുവൻ 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഉദിച്ചു ഉയർന്ന് വരുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉത്കൃഷ്ടമായ വിമാനം കണ്ടു. വിമാനത്തെ കണ്ടു എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിൽ വ്യാഖ്യാനത്തിൽ തതോ ധ്രുവ, അവിടെ ധ്രുവൻ ആകാശാത് അവതരി വിമാനം, ആകാശത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്ന വിമാനം ദദർശ. അത്രയേ ഉള്ളൂ. തതോ ധ്രുവ ആകാശാത് അവതരിത് വിമാനം ദദർശ, താഴത്തേക്ക് വരുന്ന ഒരു വിമാനത്തെ അവിടെ കണ്ടു. തതോ ധ്രുവ, ധ്രുവൻ തതോ ധ്രുവ ആകാശാത് അവതരിത് വിമാനം ദദർശ, ആ വിമാനത്തെ കണ്ടു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. 20ാമത്തെ ശ്ലോകം. തത്രാനു ദേവപ്രവരൗ ചതുർഭുജൗ ശ്യാമൗ കിശോരാവരുണാംബുജേക്ഷണൗ സ്ഥിതാവഷ്ടഭ്യ ഗദാം സുവാസസൗ കിരീടഹാരാംഗദചാരുകുണ്ടലൗ. തത്രാനു ദേവപ്രവരൗ ചതുർഭുജൗ, അവിടെ അതിൽ ആ ദേവപ്രവരനായിരിക്കുന്ന ചതുർഭുജനായിരിക്കുന്ന ശ്യാമൗ, ആ ശ്യാമൻ, കിശോരാവരുണാംബുജേക്ഷണൗ, കിശോരനായിട്ട് അരുണാംബുജേക്ഷണനായിട്ട്, സ്ഥിതാവ അഷ്ടഭ്യ ഗദാം, എന്താ ഗദയെയൊക്കെ കീഴ്പോട്ടാക്കി ധരിച്ച്, കീഴ്പോട്ടാക്കി, സുവാസസൗ, നല്ല ആ വസ്ത്രങ്ങൾ ഒക്കെ പീതാംബരമൊക്കെ ചുറ്റിയിട്ട്, കിരീടഹാരാംഗത, കിരീടം, ഹാരം, അംഗതം, തോൾവളകളൊക്കെ, ചാരു കുണ്ടലവും, നല്ല ഭംഗിയാർന്ന കുണ്ടലങ്ങളൊക്കെ ധരിച്ചിട്ട് ആ ഭഗവാൻ അവിടെ നിൽക്കുന്ന ദേവപ്രവരവ് എന്നാണ് പറഞ്ഞത്. 2 ദേവശ്രേഷ്ഠന്മാരെ കണ്ടു എന്നാണ് പറഞ്ഞത്. തത്രാനു ദേവപ്രവരവ്, അതിൽ പിന്നെ ചതുർഭുജവും, ആ 4 കൈകളുള്ളവരും എല്ലാം 2 വിധത്തിൽ 2 ഇതായിട്ടാണ് പറയുന്നത്. ചതുർഭുജവും 4 കൈകളുള്ളവരും, ശ്യാമവും ശ്യാമവർണ്ണത്തോടു കൂടിയവരും, കിശോരാവരുണാംബുജേക്ഷണവും, ഇങ്ങനെ കിശോരന്മാരും നല്ല ആ സൂര്യൻ്റെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആ ഇതിൽ വിടർന്നു വരുന്ന ആ താമരയുടെ കണ്ണുകളോട് കൂടിയവരും എന്നാണ്. സ്ഥിതാവഷ്ടഭ്യ ഗദാം, ആ ഗദകളൊക്കെ ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നതായിരിക്കുന്ന, സുവാസസവും, നല്ല പീതാംബരം ധരിച്ചവരും ഒക്കെ ബഹുവചനത്തിൽ പറയും. കിരീട, ദ്വിവചനത്തിലെ കിരീടഹാരാംഗത ചാരുകുണ്ടലവും, കിരീടം, ഹാരം, കുണ്ടലം, മനോഹരമായ കുണ്ടലം ഇവയൊക്കെ ധരിച്ചവരും ആയിരിക്കുന്ന 2 ദേവപ്രവരന്മാരെ ആ വിമാനത്തിൽ കണ്ടു എന്നർത്ഥം. അപ്പോൾ തത്ര, അതിൽ, അനു പിന്നെ, ചതുർഭുജൗ 4 കൈകളുള്ളവരും, ശ്യാമൗ ശ്യാമളവർണ്ണമുള്ളവരും, കിശോരൗ കിശോരപ്രായമുള്ളവരും, അരുണാംബുജേക്ഷണവും ചെന്താമരദളം പോലത്തെ കണ്ണിണയോടുകൂടിയവരും, സുവാസസൗ നല്ല വസ്ത്രം പീതാംബരം ധരിച്ചവരും, കിരീടഹാരാംഗത ചാരുകുണ്ടലൗ കിരീടം, മുത്തുമാല, തോൾവള, കുണ്ടലം എന്നിവ അണിഞ്ഞവരും, ഗദാം ഗദയെ അവഷ്ടഭ്യ കീഴ്പോട്ടാക്കി, സ്ഥിതൗ നിൽക്കുന്നവരും ആയിരിക്കുന്ന, ദേവപ്രവരൗ ദദർശ 2 ദേവശ്രേഷ്ഠന്മാരെ കണ്ടു. ഒന്നും കൂടി പറയാം. തത്ര ആ വിമാനത്തിൽ, അനു പിന്നെ, ചതുർഭുജൗ 4 കൈകളുള്ളവരും, ശ്യാമൗ ശ്യാമളവർണ്ണമുള്ളവരും, കിശോരൗ കിശോരപ്രായമുള്ളവരും, അരുണാംബുജേക്ഷണവും ചെന്താമരദളം പോലത്തെ കണ്ണിണയോടുകൂടിയവരും, സുവാസസൗ നല്ല വസ്ത്രം പീതാംബരം ധരിച്ചവരും, കിരീടഹാരാംഗത ചാരുകുണ്ടലൗ കിരീടം, മുത്തുമാല, തോൾവള, കുണ്ടലം എന്നിവ അണിഞ്ഞവരും, ഗദാം ഗദയെ അവഷ്ടഭ്യ കീഴ്പോട്ടാക്കി, സ്ഥിതൗ
നിൽക്കുന്നവരും ആയിരിക്കുന്ന ദേവപ്രവര ഉദദർശ എന്നിവരെ 2 ദേവശ്രേഷ്ഠന്മാരെ കണ്ടു. പിന്നെ ആ വിമാനത്തിൽ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന 2 ദേവന്മാരെ കണ്ടു. ഇപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് തത്ര അനു ചതുർഭുജൗ ശ്യാമൗ കിശോരൗ അരുണാംബുജേക്ഷണൗ സുവാസസൗ കിരീടഹാരാംഗതചാരുകുണ്ടലൗ ഗദാം അവഷ്ടഭ്യസ്ഥിതൗ ദേവപ്രവരൗ ദദർശ. ഒന്നും കൂടി പറയാം. തത്ര അനു ചതുർഭുജൗ ശ്യാമൗ കിശോരൗ അരുണാംബുജേക്ഷണൗ സുവാസസൗ കിരീടഹാരാംഗതചാരുകുണ്ടലൗ ഗദാം അവഷ്ടഭ്യ സ്ഥിതൗ ദേവപ്രവരൗ ദദർശ. അതിൽ 4 കൈകൾ ഉള്ളവരും ശ്യാമവർണ്ണമുള്ളവരും കിശോരപ്രായമുള്ളവരും ആ ചെന്താമരദളം പോലത്തെ കണ്ണിടയോട് കൂടിയവരും നല്ല വസ്ത്രം പീതാംബരം ധരിച്ചവരും ആ കിരീടം മുത്തുമാല തോൾവള കുണ്ടലം എന്നിവ അണിഞ്ഞവരും ഗദയെ കീഴ്പോട്ടാക്കി നിൽക്കുന്നവരുമായിരിക്കുന്ന ആ ദേവശ്രേഷ്ഠന്മാരെ കണ്ടു. ആ വിമാനത്തിൽ ആ ശ്രേഷ്ഠന്മാരായ 2 ദേവന്മാരെ കണ്ടു. അവർക്ക് നീലമേഘശ്യാമവർണ്ണമാണ്, 4 കൈകളുണ്ട്, കിശോരപ്രായമാണ്, പീതാംബരം ധരിച്ചിരിക്കുന്നു, കിരീടം മുത്തുമാലകൾ തോൾവളകൾ കുണ്ടലങ്ങൾ ഇവയണിഞ്ഞ് ഗദയും ഏന്തിയിട്ട് അവർ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ആ വിമാനത്തിൽ 4 കൈകളുള്ളവരും നീലമേഘശ്യാമളന്മാരും ബാലപ്രകൃതികളും ചെന്താമരക്കൊത്ത കണ്ണുകൾ ചേർന്നവരും ഗദ കുത്തി നിൽക്കുന്നവരും കിരീടം മുത്തുമാല തോൾവള മനോഹരങ്ങളായ കുണ്ടലങ്ങൾ എന്നിവ ധരിച്ചവരുമായിരിക്കുന്ന 2 ദേവശ്രേഷ്ഠന്മാരെ കണ്ടു. വിഷ്ണു പാർഷദന്മാരായിരിക്കുന്ന സുനന്ദനന്മാർ ആണ് ആ വിമാനത്തിൽ ഇരിക്കുന്നതിനെയും കണ്ടുവെന്ന് വർണ്ണിക്കുന്നു. വിമാന ദർശനാനന്തരം അതിലിരിക്കുന്ന ഉത്കൃഷ്ടന്മാരായ 2 ദേവന്മാരെ കണ്ടു. അവരുടെ ആകൃതി കൊണ്ട് വിഷ്ണു പാർഷദന്മാരായ സുനന്ദനന്മാരാണെന്ന് അറിഞ്ഞു. 4 കൈകളും ശ്യാമള നിറവും ശോഭന വസ്ത്രവും കിരീടം ഹാരം തോൾവള മനോരഞ്ജനങ്ങളായ കുണ്ടലങ്ങൾ എന്നിവ ആഭരണങ്ങളും ഗദയും ധരിച്ച് വിമാനത്തിലിരിക്കുന്ന ആ ദേവപ്രവരന്മാരുടെ നേത്രങ്ങൾ ചെന്താമരദളം പോലെ പ്രസന്ന മധുരങ്ങളായിരുന്നു. പ്രായം കൊണ്ട് അവർ കിശോരരും ആയിരുന്നു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നമുക്ക് നോക്കാം. തസ്മിൻ അതിലെ ആ വിമാനത്തിൽ തസ്മിൻ വിമാനേ സ്ഥിതി ചെയ്യണ ചതുർഭുജൗ 4 കൈകളുള്ള ശ്യാമളവർണ്ണത്തോടു കൂടിയ കിരീടഹാരാംഗത ചാരുകുണ്ടലൗ കിരീടം ഹാരം അംഗദം തോൾവള കുണ്ടലങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള സുനന്ദനന്ദനും 2 വിഷ്ണു പാർഷദന്മാർ. അവരെയാണ് വിഷ്ണു പാർഷദന്മാരായിട്ട് ഇവരിൽ പ്രധാനികളാണ് അവരെയാണ് പറയുന്നത്. സുനന്ദനന്ദൗ ദൃഷ്ട്വ അവരെ കണ്ടു എന്നർത്ഥം. തസ്മിൻ ആ വിമാനത്തിൽ സ്ഥിതി ചെയ്യണ ചതുർഭുജവും 4 കൈകളോടുകൂടിയ ശ്യാമളവർണ്ണത്തോടു കൂടിയ കിരീടഹാരാംഗത ചാരുകുണ്ടലൗ കിരീടം ഹാരം അംഗദം ചാരുകുണ്ടലങ്ങൾ ഇവയോടൊക്കെ കൂടിയിട്ടിരിക്കുന്ന സുനന്ദനന്ദൗ ആ സുനന്ദനന്ദന്മാരെ ദൃഷ്ട്വ കണ്ടു. അപ്പോൾ തസ്മിൻ വിമാനേ സ്ഥിതൗ ചതുർഭുജൗ ശ്യാമൗ കിരീടഹാരാംഗത ചാരുകുണ്ടലൗ സുനന്ദനന്ദൗ ദൃഷ്ട്വ. അപ്പോൾ 20ാമത്തെ ആ ശ്ലോകം നമുക്ക് നോക്കാം. അതെ 21ാമത്തെ ശ്ലോകം. വിജ്ഞായ താവുത്തമഗായ കിങ്കര അഭ്യുത്ഥിത സാധ്വസവിസ്മൃതക്രമ നാമനാമാനി ഗൃണൻ മധുദ്വിഷ പാർഷത്പ്രധാനാവിധി സംഹതാഞ്ജലി. വിജ്ഞായ താവുത്തമഗായ കിങ്കര അഭ്യുത്ഥിത സാധ്വസവിസ്മൃതക്രമ നാമനാമാനി ഗൃണൻ മധുദ്വിഷ പാർഷത്പ്രധാനാവിധി സംഹതാഞ്ജലി. അവരിരുവരും ആ മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരാണെന്നറിഞ്ഞ് പെട്ടെന്ന് ഉണ്ടായ പരിഭ്രമത്താൽ ഉപചാരക്രമമൊക്കെ മറന്നവനായിട്ട് എഴുന്നേറ്റ് ആ ധ്രുവൻ ആ വിഷ്ണു ഭഗവാന്റെ ഇപ്രകാരം ഉള്ള
ആ പാർഷദമുഖ്യന്മാരെ കണ്ട് കൈകൂപ്പി നിന്നിട്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ട് അവിടെ നമസ്കരിച്ചു. വിജ്ഞായ താവുത്തമഗായകിങ്കരവും അവരെ ആ ഭഗവാന്റെ പാർഷദന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് അഭ്യുത്ഥിത അവിടുന്ന് എഴുന്നേറ്റ് സാധ്വസവിസ്മൃതക്രമ എന്തൊക്കെയാണോ ഉപചാരങ്ങൾ ചെയ്യേണ്ടത് അതിനെയൊക്കെ മറന്നു. എന്നിട്ട് നമസ്കരിച്ചു. നാമാനി നാമം ചൊല്ലിക്കൊണ്ട് ഗൃണൻ മധുദ്വിഷ അതായത് ആ വിഷ്ണു ഭഗവാന്റെ പ്രധാന പാർഷദന്മാരെ അവരെ ഗ്രഹിച്ചു, അവരെ സ്വീകരിച്ചു. പാർഷദ് പ്രധാനാവിധി പാർഷദമുഖ്യന്മാരിൽ പ്രധാനന്മാരായിരിക്കുന്ന അവരെ സ്വീകരിച്ച് സംഹതാഞ്ജലിയും കൈകൂപ്പി നിന്ന് ആ നാമം ജപിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വിജ്ഞായ താവുത്തമഗായ കിങ്കരാവഭ്യുത്ഥിത സാധ്വസവിസ്മൃതക്രമ നാമാനി ഗൃണൻ മധുദ്വിഷപാർഷത് പ്രധാനാവിധി സംഹതാഞ്ജലി. തൗ എന്ന് പറഞ്ഞാൽ അവരിരുവരും ആ രണ്ട് ദേവപ്രവരന്മാരും ഉത്തമഗായകിങ്കരവും മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരാണെന്ന് വിജ്ഞായ അറിഞ്ഞ് സാധ്വസവിസ്മൃതക്രമ പെട്ടെന്ന് ഉണ്ടായ ആ പരിഭ്രമത്താൽ ഉപചാരക്രമമൊക്കെ മറന്നവനായിട്ട് അഭ്യുത്ഥിത എഴുന്നേറ്റ് മധുദ്വിഷ വിഷ്ണു ഭഗവാന്റെ പാർഷദ് പ്രധാനവും ഇതി പാർഷദമുഖ്യന്മാരാകൊണ്ട് സംഹതാഞ്ജലി കൈകൂപ്പി നിന്ന് നാമാനി നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഗൃണൻ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചു. എന്നുകൂടി പറയാം. തൗ അവരിരുവരും ഉത്തമഗായകിങ്കരവും മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരാണെന്ന് വിജ്ഞായ അറിഞ്ഞ് സാധ്വസവിസ്മൃതക്രമ പെട്ടെന്നുണ്ടായിരിക്കുന്ന പരിഭ്രമത്താൽ ആ ഉപചാരക്രമം മറന്നവരായിട്ട് അഭ്യുത്ഥിത എഴുന്നേറ്റ് മധുദ്വിഷ ആ വിഷ്ണു ഭഗവാന്റെ പാർഷദ് പ്രധാനവും ഇതി പാർഷദമുഖ്യന്മാരാകൊണ്ട് സംഹതാഞ്ജലി കൈകൂപ്പി നിന്ന് നാമാനി നാമങ്ങൾ ഗൃണൻ ജപിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചു. അപ്പോൾ ഇത് അന്വയം വന്നിട്ട് തൗ ഉത്തമഗായകിങ്കരൗ വിജ്ഞായ സാധ്വസവിസ്മൃതക്രമ അഭ്യുത്ഥിത മധുദ്വിഷ ഇതി മധുദ്വിഷ പാർഷദ് പ്രധാനൗ ഇതി സംഹതാഞ്ജലി നാമാനി ഗൃണൻ എന്നുകൂടി പറയാം. തൗ ഉത്തമഗായകിങ്കരൗ വിജ്ഞായ സാധ്വസവിസ്മൃതക്രമ അഭ്യുത്ഥിത മധുദ്വിഷ പാർഷദ് പ്രധാന ഇതി സംഹതാഞ്ജലി നാമാനി ഗൃണൻ അവരിരുവരും ആ മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരാണെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ഉണ്ടായ പരിഭ്രമത്താൽ മറന്നവനായിട്ട് എഴുന്നേറ്റ് ആ വിഷ്ണു ഭഗവാന്റെ പ്രധാന പാർഷദമുഖ്യന്മാരായിരിക്കുന്ന ഇവരെ കണ്ട് കൈകൂപ്പി നിന്ന് നാമങ്ങൾ ജപിച്ചുകൊണ്ട് നമസ്കരിച്ചു. അവർ വിഷ്ണു ഭഗവാന്റെ പാർഷദമുഖ്യന്മാരായ നന്ദൻ ഇവരാണെന്ന് ധ്രുവൻ മനസ്സിലാക്കി സംഭ്രമം നിമിത്തം ഉപചാരങ്ങൾ ചെയ്യുവാൻ മറന്നു. ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ ധ്രുവൻ അഞ്ജലീബദ്ധം ചെയ്ത് അവരെ സ്മരിച്ചു. അവർ സുനന്ദനും നന്ദനുമാണെന്ന് ആ അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പം അവർ ആ പുണ്യശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ കിങ്കരന്മാരാണെന്നറിഞ്ഞ് ക്രമപ്രകാരമുള്ള പൂജാവിധികൾ മറന്ന് എഴുന്നേറ്റ് തൊഴുതുകൊണ്ടും ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും നമസ്കരിച്ചു. ഇവിടെ അവരെ കണ്ട ഉടനെ ഭഗവാന്റെ കിങ്കരന്മാരാണെന്ന് അറിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് നിന്ന് സംഭ്രമത്താൽ പൂജാക്രമം മറന്നുപോയി. ഭഗവത് പാർഷദന്മാരെ എന്ന് അവരുടെ നാമധേയങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് പാർഷദന്മാരെ എന്ന് അവരുടെ നാമധേയങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൈകളെ അശിരസിൽ വെച്ച് ഭൂമിയിൽ വീണ് അവരെ നമസ്കരിച്ചു. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞു നോക്കാം. ഉത്തമശ്ലോകസ്യ ഹരേഹ പാർഷദാവിധി ഉത്തമശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ പാർഷദന്മാരാണെന്ന് ഇതി മത്വ അവരെ മാനിച്ച് അവരെ അറിഞ്ഞ് ശീഘ്രം ഉത്ഥായ വേഗം എഴുന്നേറ്റിട്ട് നമസ്കരിച്ചു. ഉത്തമശ്ലോകസ്യ ഹരേഹ പാർഷദാവിധി മത്വ ശീഘ്രം ഉത്ഥായ ഉത്തമശ്ലോകനായിരിക്കുന്ന ഹരിയുടെ
പാർഷദന്മാരാണെന്ന് അറിഞ്ഞ് മത്വ ശീഘ്രമുത്തായ എളുപ്പത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഉത്തായ നമസ്കരിച്ചു. ഉത്തമശ്ലോകസ്യ ഹരേഹ പാർഷദാവിധി മത്വ ശീഘ്രം ഉത്ഥായ നനാമ. ഇത്രയും ഭാഗങ്ങൾ നോക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.